കായിക മന്ത്രി ഇന്ന് ചെയ്യുന്നതാണ്, ഇന്നൊരു വനിതാ റിപ്പോർട്ടറെ അദ്ദേഹം തട്ടിമാറ്റുമോ ഓടി രക്ഷപ്പെടുകയോ ചെയ്യുകയാണ്. ഇന്നലെ വേറൊരു റിപ്പോർട്ടറുടെ ചെവിയിൽ എന്തോ തെറി വിളിക്കുക, എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഇന്ന് GCDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് SFKക്കാണ് GCDയെ ഗ്രൗണ്ട് കൈമാറിയിട്ടുള്ളത്. അതായത് SFK ആണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അപ്പോൾ SFKക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. SFK എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് ചെയർമാൻ. മന്ത്രിക്കാണ് ഗ്രൗണ്ട് നന്നാക്കിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം. സ്പോൺസർ അതിനുള്ള പണം ചെലവഴിക്കുന്ന ആളാണ്. പക്ഷേ GCD തന്നെ പറയുന്നതാണ്, GCDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് SFK എന്ത് ചെയ്യുന്നു, ഇത് സ്പോൺസർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതെങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുക? അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയില്ലല്ലോ. സർക്കാരാണ് ഇതിൻ്റെ ഓർഗനൈസറെങ്കിൽ സർക്കാരാണ് അവിടുത്തെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. അയാളുടെ പണം സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അയാളുടെ പണം സ്വീകരിക്കാൻ വേണം, ഈ ഇവൻറ്റ് നടത്താൻ വേണ്ടി അയാളുടെ പണം സ്വീകരിക്കാം. അയാൾ സ്പോൺസർ മാത്രമാണ്. ഇത് ചെയ്യേണ്ട പണി സർക്കാരിൻ്റെയാണ്. സർക്കാർ അതും അങ്ങോട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. അവിടെ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റൊക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ലൈറ്റ് മാറ്റിയോ, ടർഫ് നന്നാക്കിയോ, ഫെൻസിങ് പഠിപ്പിച്ചോ, സീറ്റുകളൊക്കെ റെഡിയാക്കിയോ, ഒന്നും അറിയില്ല. ഇത് നന്നാക്കിയിട്ട് ഞാൻ സർക്കാരിന് ഇത് കൈമാറുമെന്ന് പറയുന്നു. ഇതിൻ്റെ എഗ്രിമെൻ്റ് എവിടെയാണ്? SFKയും ഈ സ്പോൺസറും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടോ? ആ എഗ്രിമെൻ്റ് എവിടെയാണ്? എഗ്രിമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അത് GCDക്ക് അറിയില്ല. കാരണം GCD കൊടുത്തത് സ്പോൺസർക്കല്ല, GCD SFKക്കാണ് കൊടുത്തത്. ഈ എഗ്രിമെൻ്റ് എന്താണെന്ന് പുറത്തു പറയാനുള്ള ബാധ്യത കായിക മന്ത്രിക്കുണ്ട്. അതിന് പകരം കായിക മന്ത്രി ഇന്ന് ചെയ്യുന്നതാണ്, ഇന്നൊരു വനിതാ റിപ്പോർട്ടറെ അദ്ദേഹം തട്ടിമാറ്റുമോ ഓടി രക്ഷപ്പെടുകയോ ചെയ്യുകയാണ്. ഇന്നലെ വേറൊരു റിപ്പോർട്ടറുടെ ചെവിയിൽ എന്തോ തെറി വിളിക്കുക, എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് ഓടുന്നു. ഇത് ഇങ്ങനെയൊരു മന്ത്രി ഉണ്ടോ? എന്താ നടന്നത്? ഈ കരാർ എന്താണെന്നുള്ളത് തുറന്നു പറയണം. കാരണം ഇത് ജനങ്ങളുടെ പണം കൊണ്ട് പെടുത്തുയർത്തിലുള്ള 10-30 വർഷത്തെ പഴക്കമുള്ള ഗ്രൗണ്ടാണ്. ഇന്ത്യയുടെ ഒരു സ്പോർട്സ് ഐക്കണാണ് ആ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ഒന്നുമില്ല. വെറുതെ ഇപ്പോൾ ഈ എന്താണ് PM ശ്രീ പദ്ധതിയെ പറ്റി പറയുമ്പോൾ അതിൽ CPI ഇരുട്ടിൽ നിർത്തി, ക്യാബിനറ്റ് ഇരുട്ടി, ഇതൊരു എൻറ്റയർ സ്റ്റേറ്റിനെ മൊത്തം ഇരുട്ടിൽ നിർത്തുകയാണ് കായിക മന്ത്രി.